ഗായ്സ്, എല്ലാവർക്കും SRZ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ടെറസിൽ ചീര നല്ല വലുതായിട്ടുണ്ട്. നമുക്കത് പറിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം ചീരക്കറി വെക്കാനുള്ള ചീര നമുക്ക് ഈ ടെറസിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. 4 വർഷമായി ഞങ്ങളിവിടെ ടെറസ് കൃഷി തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ പുറത്തുനിന്ന് ചീര വാങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ വളങ്ങളൊന്നും ഞങ്ങൾ ചേർക്കാറില്ല. എല്ലാവരുടെയും പരാതിയാണ് ചീര നട്ടാൽ പിടിക്കുന്നില്ല എന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഏത് ചെടി വെച്ചാലും അതിൽ കളകൾക്ക് പകരം ചീരയാണ് മുളച്ചു വരുന്നത്. ഇങ്ങനെ വരുന്ന ചീര പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റു ചെടികൾ വലുതാവുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യത്തിനുള്ള ചീര കിട്ടും. ഇതിന്റെ കാരണം എന്താണെന്ന് പറയാം. അതിനായി നമ്മൾ നേരത്തെ ചീര കൃഷി ചെയ്ത ചെടിയിൽ കതിര് വന്നാൽ വിത്ത് പാകമാകുന്നത് വരെ നിർത്തുക. എന്നിട്ട് അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഈ ചീരച്ചെടി കരിയിലയുടെ കൂടെ ചട്ടിയിൽ നിറയ്ക്കുക. കൂടാതെ കുറച്ച് പച്ചക്കറി വേസ്റ്റും നിറയ്ക്കുക. ഇങ്ങനെ ചട്ടി നിറച്ചാൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതിനുശേഷം ഇതുപോലെ നേരത്തെ കൃഷി ചെയ്ത ചെടിച്ചട്ടിയിലെ മണ്ണും ഇതിലേക്ക് നിറയ്ക്കുക. അപ്പോൾ ഇതുപോലെ ചീര പറിക്കാം. വിളവെടുക്കുന്നത് വരെ ഒരു വളവും ഇതിന് നൽകിയിട്ടില്ല. ഏറ്റവും നല്ല കരുത്തോടെ ചീര വളർന്നു വന്നിരിക്കുന്നു. ആവശ്യമില്ലാതെ പൈസ മുടക്കി വളവാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായി കൃഷി ചെയ്യാം. മണ്ണില്ല, വളമില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞ് കൃഷി ചെയ്യാതിരിക്കുന്നവർ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇതിലൂടെ വീടും പരിസരവും വൃത്തിയാകും. വിഷമില്ലാത്ത പച്ചക്കറി സുലഭമായി ലഭിക്കുകയും ചെയ്യും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റും ഫ്രഷുമായിരിക്കും വീട്ടിൽ കൃഷി ചെയ്ത് ചീരക്കറി വെക്കുമ്പോൾ.